എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ അയൺ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 2 ലെയർ പ്ലാസ്റ്റിക് കവറാണ് അയൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വെച്ച് ഫ്ലവർ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ സെയിം രീതിയിൽ നമ്മൾ 6 പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളറിലെ ഒരു ചെറിയ പെറ്റൽസും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസിൻ്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ പൂക്കളുടെയൊക്കെ പെറ്റൽസുകൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മടക്ക് പാട് വീടും. അപ്പോൾ നമ്മുടെ പൂക്കൾക്കെല്ലാം ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ഹീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഫ്ലവറിൻ്റെ പെറ്റൽസും ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ പെറ്റൽസുകളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മുടെ ഗ്രീൻ കളറിലെ കവറും ഇതുപോലെ തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പെറ്റൽസ് മുമ്പേ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ പൂക്കളുടെയൊക്കെ അടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ പെറ്റൽസിൻ്റെ ഷേപ്പിൽ തന്നെ വരും. ഇനി നമുക്ക് ഈ ഗ്രീൻ കവറിനെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലീഫിൻ്റെയൊക്കെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലീഫുകൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമുക്കൊരു 4 ലീഫുകളോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഹീറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഇലയുടെയൊക്കെ സ്ട്രക്ചർ ഇല്ലേ അതൊന്ന് വരുത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് ഹീറ്റ് ആവരുത്, എന്നാൽ ഒരുപാട് കുറഞ്ഞും പോകരുത്. ഇനി നമുക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം അവിടെയും ഇതുപോലെ തന്നെ ഹീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലവറിൽ വെക്കാനായിട്ട് നമ്മൾ 3 ലീഫുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ 3 ലീഫുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഈ സ്റ്റിക്കിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഫെവി ബോണ്ടാണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ലീഫിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 എണ്ണവും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി ഞാനിവിടെ ഒരു ഗോൾഡൻ വയർ എടുത്തിട്ടുണ്ട്. ഇതിന് മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഒരു മുട്ടിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ടിഷ്യൂ പേപ്പർ റോള് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ള് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ടിഷ്യൂ പേപ്പർ ഫുള്ള് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് യെല്ലോ കളറിലെ പെറ്റൽസ്
ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്ലൂ ഗണ്ണൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം. ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ വൈറ്റ് കവർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വീഡിയോ വിട്ടുപോയി എടുക്കാനായിട്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമ്മുടെ പെറ്റൽസുകൾ ഓരോന്നായിട്ട് ഇതിനുള്ളിലകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ഗോൾഡൻ വയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണിത് ഇതുപോലെ കയറ്റി വെക്കാനായിട്ട് പ്രയാസം. അപ്പോൾ നിങ്ങൾ ഇച്ചിരി കട്ടിയുള്ളതും അതുപോലെ വണ്ണം കൂടിയതുമായ വയേഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസുകളും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പെറ്റൽസുകളും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സെയിം കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് പ്ലാസ്റ്റിക് കവർ പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ വൈറ്റ് കവറേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കവർ എടുത്തത്. കളർഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓരോ പെറ്റൽസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് ലൂസായിട്ട് പോരും. ഇത് നന്നായിട്ട് തിക്കായിട്ടിരുന്നാലേ ഉള്ളൂ നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ ഒരു ഭംഗി ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനടിയിലേക്കായിട്ട് നമ്മൾ ഗ്രീൻ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചില്ലേ, അതുകൂടെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ റൗണ്ട് ഷേപ്പിലൂടെ ഒന്ന് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറൂടെ ചുറ്റി കൊടുക്കാം. നമ്മുടെ തണ്ടുകൾക്കൊക്കെ നല്ലൊരു വലിപ്പം തോന്നാനും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കമ്പി ഭയങ്കര തിന്നായിട്ടുള്ള കമ്പിയാണല്ലോ. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പറൂടെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ബലം കിട്ടും. അപ്പം ഈ രീതിയിൽ ടിഷ്യൂ പേപ്പർ ഫുള്ള് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ കവറൂടെ ചുറ്റി കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഗ്രീൻ കവർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഗ്രീൻ ടേപ്പ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഈ ചുറ്റി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ലീഫുകളൂടെ ഇതിലേക്ക് വെച്ച് ഫുള്ളൊന്ന് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കളർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.